അങ്ങനെ നമ്മുടെ കറണ്ട് വെല്ലിൻ്റെ ഫൈനൽ സ്റ്റേജാണ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ട്യൂബിംഗ് റണ്ണിങ്ങിനായിരുന്നു അടുത്ത ഓപ്പറേഷൻ. പക്ഷേ അതിന് മുന്നേ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ BOPക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്. അതിനെ റെഡിയാക്കുന്നവരെ നമുക്ക് പ്രത്യേകിച്ച് വർക്കില്ല. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് BOP എന്ന് പറഞ്ഞാൽ ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ. ഒരു കിക്ക് ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ BOP നമ്മളെ സഹായിക്കുന്നത്. കിക്ക് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു അൺകൺട്രോളബിൾ ഫ്ലോ പെല്ലിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് കിക്ക് ഉണ്ടാകുന്നത്. ഇത് തടയാനുള്ള സഹായമാണ് BOP ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ട്യൂബിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. സോ ഫോളോ ദിസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ഓയിൽ ആൻഡ് ഗ്യാസ് അപ്ഡേറ്റ്സ്. പിന്നെ ഇന്ന് നമുക്ക് BBQ നൈറ്റ് ആയിരുന്നു. പാർട്ടിയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് അടിച്ചു പൊളിച്ചു. വർക്കില്ലാത്തതുകൊണ്ട് സിനിമ കണ്ടിരുന്നു. നൈറ്റ് ആയപ്പോൾ നല്ല ഫുഡും കഴിച്ച് കുറച്ചു നേരം ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗുണം. പിന്നെ ക്യാമ്പിലെത്തി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ ജിമ്മിലേക്ക് വിട്ടു. നല്ലോണം ഫുഡ് കഴിച്ചെങ്കിലും ജിമ്മ് കുറച്ചു നേരം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.